കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തു, നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ നാമം ശ്രേഷ്ഠമാക്കും. ദൈവം അബ്രാഹത്തെ വിളിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിന്റെ ഒരു വിളിയ അബ്രാഹമിനെ വിളിച്ചു. അബ്രാഹമിന്റെ കുടുംബ പശ്ചാത്തലവും കുടുംബ ജോലിയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക എന്നതായിരുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആ വിഗ്രഹങ്ങളെ വിറ്റ് ജീവിച്ച മനുഷ്യനായിരുന്നു അബ്രാഹമിന്റെ കുടുംബം. ദൈവം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അബ്രാഹമിനെ വിളിച്ചിട്ട് പറയുകയാണ്, ദൈവം അരുളി ചെയ്യുകയാണ്, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക്, ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് കുടുംബമായി ദൈവത്തോടു കൂടെ ആരാധനയ്ക്ക് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ, പോകുവാൻ, വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ. ഇതൊരു വലിയ വിളിയ പ്രിയമുള്ളവരെ. അബ്രഹാമിന് ദൈവം കൊടുത്ത അരുളിപ്പാടാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചില അരുളിപ്പാടുകളൊക്കെ ദൈവം തരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. ഈ വചനം കേൾക്കുന്നവർ ഈ വചനം കേൾക്കുമ്പോൾ വിചാരിക്കും, എന്നോട് കർത്താവ് ഇങ്ങനെയെല്ലാം സംസാരിച്ചല്ലോ. ചില അരുളിപ്പാട് കിട്ടുമ്പോൾ നമ്മൾ അരുളിപ്പാട് കിട്ടിയതനുസരിച്ച് അവന്റെ പാതയിൽ കടന്നു പോകേണ്ടതിനാ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. അരുളിപ്പാട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കർത്താവേ, എന്റെ വഴികളെ നീ എനിക്ക് തുറന്നു തരണമേ. കാരണം അബ്രാഹമിന് വഴി തുറന്നു കൊടുത്തിട്ട് അബ്രാഹം ദൈവം പറഞ്ഞ വഴിയിലാ കടന്നു പോകാൻ ഇടവന്നത്. ദൈവം പറഞ്ഞതല്ലാതെ അബ്രാഹമിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തില്ല. അതില് 25 വർഷക്കാലം മക്കളില്ലാതിരുന്ന അബ്രാഹം ആറ്റുനോറ്റ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു മകനെ കൊടുത്തു. ഈ മകനെ കൊടുത്ത ശേഷം കർത്താവ് അവനോട് പറയുകയാണ്, ഈ മകനെ എനിക്ക് യാഗം കഴിക്കണം, എനിക്ക് വേണ്ടി യാഗം കഴിക്കാൻ മകനെ നീ കൊണ്ടുവരണം. അബ്രാഹാം അതിനൊരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല. അതനുസരിക്കാൻ തയ്യാറായി. കർത്താവ് 25 വർഷക്കാലം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊടുത്ത മകനെ കർത്താവിന് വേണ്ടി യാഗം കഴിക്കാൻ വേണ്ടി മടിയില്ലാതെ പോകുന്ന ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഉടമയായ അബ്രാഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ, വീടും സ്ഥലവും സാഹചര്യങ്ങളും വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു ദൈവമകനെ അല്ലെങ്കിൽ ദൈവമനുഷ്യരെ, ദൈവമക്കളെ നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്, നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർത്താവ്. നിന്റെ ജീവിതത്തിലെ നീ ആഗ്രഹിച്ച് നേടിയെടുത്ത കാര്യം കർത്താവ് നമ്മോട് ചോദിക്കുമ്പോൾ അത് എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ചു തന്നതല്ലേ എന്ന് പറഞ്ഞ് പുറകോട്ട് നിൽക്കാതെ കർത്താവ് പറയുന്ന അനുസരിച്ചൊന്ന് കൊടുക്കാമോ? നമ്മുടെ മേൽ വലിയൊരു അനുഗ്രഹം ദൈവം ചൊരിയും. വലിയൊരു ജാതിയാക്കാൻ, വലിയൊരു സുവിശേഷത്തിന്റെ വ്യക്താവാക്കാൻ, വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹത്തെ ഉയർത്തിയതുപോലെ നമ്മെ ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കും. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.